ഓം നമോ ഭഗവതേ വാസുദേവായ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരി. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവാൻ പറഞ്ഞത് എന്തായിരുന്നു? 18 ശ്ലോകം വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഭഗവാന്റെ ഉപദേശങ്ങൾ. അതിൽ ഭഗവാൻ പറയാണ്, ബ്രഹ്മാവ് സൃഷ്ടി ചെയ്തപ്പോൾ തന്നെ ദേവന്മാരെയും മനുഷ്യരെയും യജ്ഞങ്ങളെയും, വേദം നേരത്തെ ഉള്ളതാണ് ഇനി, അപ്പം അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ ഈ ആത്മസാക്ഷാത്കാരം, ആത്മബോധം ഉദിച്ചവർക്ക് അവർക്ക് വിധിച്ച കർമ്മങ്ങൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ യജ്ഞാദികളൊക്കെ സമയാസമയത്തിന് ചെയ്യണമെന്നോ ഒന്നും നിവൃത്തിയില്ല. കാരണം പഞ്ചയജ്ഞങ്ങളെ പറ്റി നമ്മൾ പറയണ്ടായി അല്ലേ. പക്ഷെ അവർ ചെയ്തും കൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം അവർ ചെയ്യാതിരിക്കില്ല. അവർ ജനങ്ങൾക്ക് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ യജ്ഞം തന്നെ ലോക സംഗ്രഹണം, ജനങ്ങളെ സംരക്ഷിക്കാൻ, അതിനു വേണ്ടിയിട്ട് അവരവരെ കർമ്മങ്ങൾ ചെയ്യും. കാരണം ഒരു കർമ്മം ചെയ്യാണ്ട്, ഒരു കർമ്മവും ചെയ്യാണ്ട് ഇവിടെ ആർക്കും ശരീരം കൂടിയും നിലനിർത്താൻ പറ്റൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. 19ാമത്തെ ശ്ലോകം മുതൽക്ക് ഇനി നമുക്കിന്നറിയാം. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര, അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര. അപ്പോൾ തസ്മാത് നമ്മുടെ കാര്യം, എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാതെ ആർക്കും ശരീരം സൂക്ഷിക്കാനും കൂടി പറ്റില്ല. അത് കാരണം അസക്തനായിട്ട്, ആസക്തിരഹിതനായിട്ട് എല്ലായ്പ്പോഴും സതതം എല്ലാ സമയത്തും കാര്യം കർമ്മ സമാചര, കാര്യം കാരണം ഒരു കാര്യമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, ഒരു കാര്യം, ഒരു കർമ്മം ആയിട്ടുള്ള ആ കാര്യത്തിനെ, ആ ഒരു കർമ്മത്തിനെ സമാചരിക്കണം, അതിനെ നിറവേറ്റണം. എന്തെന്നാൽ എന്തെന്നാൽ അസക്ത കർമ്മ ആചരൻ പുരുഷ, അസക്തനായിട്ട്, ആസക്തനാവരുത്. ആസക്തി ഒന്നിലേ പാടുള്ളൂ. എന്തില്? പരമാത്മാവിൽ മാത്രം, ശ്രീകൃഷ്ണനിൽ മാത്രം ആസക്തി. എന്നാൽ അത് മോക്ഷത്തിലേക്ക് കൊണ്ടുപോകും. എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടും ഭഗവാനിൽ ആസക്തി ഉള്ളവർക്ക് പിന്നെ ഈ ഭൂമിയിലേക്ക് വരണ്ട. കാരണം അവരുടെ മനസ്സ് എപ്പോഴും ഭഗവാനിലേക്കായിരിക്കും തൽപരനാവുക. അപ്പം എവിടെ നമ്മുടെ മനസ്സ്, അങ്ങോട്ടാണ് നമ്മുടെ ആത്മാവിൻ്റെ യാത്ര. അപ്പം ആസക്തിരഹിതനായിട്ട് കർമ്മത്തിനെ ആചരിക്കുന്ന പുരുഷ, ആ പുരുഷൻ, ആ ആത്മാവ്, ആ വ്യക്തി പരം ആപ്നോതി, പരമപദത്തിനെ, പരമായിട്ടുള്ളതിനെ. കാരണം അവിടെ ആ പദത്തിലേക്ക് നമ്മുടെ പ്രയത്നം കൊണ്ട് എത്താൻ പറ്റില്ല. അത് ഭഗവാൻ തന്നെ നമ്മളെ അങ്ങോട്ട് കയറ്റണം. എന്നാൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ, ഈ കോണി കണ്ടിട്ടുണ്ടാവും നമ്മളല്ലേ, കോണികളുണ്ട്. നമ്മളെല്ലായിടത്തും കോണികൾ കാണും. അപ്പം കോണി കൂടെ കയറി പോവാൻ സാധിക്കും. അവതരണിക എന്ന് പറയാറുണ്ട് നമ്മൾ, അവതരണിക എന്ന് കോണി എന്നാണ് പറയുന്നത്. അപ്പം അവതരണികയെ കൂടെ അങ്ങോട്ടും പോവാം, ഇങ്ങോട്ടും ഇറങ്ങി വരാം അല്ലേ. അപ്പം അങ്ങോട്ട് കയറി പോയിട്ടും ഭഗവാനെ പ്രാപിക്കാം, പരമപദത്തിലേക്ക്. അതാർക്കേ സാധിക്കുള്ളൂ. അത്രയും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ആ അവതരണിക കയറാൻ സാധിക്കും. ജ്ഞാനം അല്ലെങ്കിൽ അഷ്ടാംഗ യോഗം സന്യാസികളായിട്ടുള്ളവർക്ക് സാധിക്കും. പക്ഷെ സാധാരണക്കാർക്ക് അതിന് സാധ്യമല്ല. സാധാരണക്കാർക്ക് അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കണം, അവതരണികയെ കൂടെ ഇറങ്ങി വരുന്നത്, അവതാരങ്ങൾ എടുക്കണം. അപ്പം ആ പരമാത്മാവിനെ നിഷ്കള രൂപനായിട്ട്, അല്ലെങ്കിൽ ഒരു ശരീരമില്ലാത്തവർ ശക്തിയായിട്ട് ആരാധിക്കുന്നവരുണ്ട്. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. അവരങ്ങോട്ട് കയറിപ്പോയി ഭഗവാനെ പ്രാപിക്കണം. പക്ഷെ അതിന് കഴിവില്ലാത്ത സാധാരണക്കാരുണ്ട്. അവർക്ക് ഭഗവാനിൽ ആസക്തി ഉണ്ടായാൽ മതി. ഭഗവാന്റെ രൂപത്തിൽ, രാമരൂപത്തിലാവാം, കൃഷ്ണരൂപത്തിലാവാം, ഏത് മനസ്സിന് ഇഷ്ടപ്പെട്ടു ആ രൂപത്തിലാവാം. അപ്പോൾ ഭഗവാൻ അവതരിച്ചിട്ട് കീഴ്പോട്ട് ഇറങ്ങി വന്നിട്ട് ആ ആത്മാവിനെ തൻ്റെ ലോകത്തേക്ക്, ആ പരമപദത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആ പദത്തിനെ പ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് അല്ലയോ പാർത്ഥ, കർമ്മഫല ആകാംക്ഷ എന്ന് പറഞ്ഞാൽ ആസക്തി കൂടാതെ, അസക്തനായിട്ട്, ഇതൊരു കടമയാണ് എൻ്റെ, ഈ കർമ്മങ്ങൾ ചെയ്യണ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന നിലയ്ക്ക് ആ കർമ്മത്തിന്, ഇവിടെ എന്താണ് കർമ്മം? ഇവിടെ യുദ്ധമാണ്. അപ്പം ഈ യുദ്ധത്തിനെ നീ
നിന്റെ കർത്തവ്യം എന്ന മാതിരി നിറവേറ്റണം. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിൽ എത്തിക്കും. അത് ആ കർമ്മത്തിൻ്റെ ഫലത്തിൽ ഒട്ടും തന്നെ ആസക്തി ഇല്ലെങ്കിൽ ഏത് കർമ്മമായിക്കോട്ടെ അത് ആ പരമപദത്തിലേക്ക് ഭഗവത് പ്രാപ്തിക്ക് കാരണമാവും എന്നാണ് ഭഗവാൻ പറയണത്. പരമപദം എന്നാൽ ഭക്തന്മാർക്ക് ഭഗവാനാണ്. പിന്നെ ആ ഭഗവാന്റെ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നിഷ്കള ഭക്തർ. നിഷ്കള ഭക്തർ എന്ന ഭഗവാനെ അവതാരങ്ങളെല്ലാം അവർ ആ ശക്തിയായിട്ടാണ് ഭഗവാനെ ആരാധിക്കുക. അവർക്കൊരു അവതാരത്തിൻ്റെ ശരീരത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ സാധാരണക്കാർക്ക് ഭഗവാന്റെ ഒരു രൂപം വേണം. അവർക്ക് രൂപം നാമത്തിൻ്റെ ആവശ്യമില്ല. ഒരു ഭഗവാനെ ആ ശക്തിയായിട്ടാണ് ആരാധിക്കുക. അപ്പം അവ്യക്തഗതവാദികളായിട്ടുള്ളവർ അവർ നിഷ്കള രൂപത്തിനെയാണ് അവർ ആരാധിക്കുന്നത്. അപ്പോൾ ഭക്തന്മാർക്ക് ഭഗവാനെ ഒരു കൃഷ്ണ രൂപത്തിലോ രാമരൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിൽ ആരാധിക്കണു. അവ്യക്തഗതവാദികളായിട്ടുള്ള ആ ഭഗവാനെ നിഷ്കള രൂപത്തിൽ ഒരു ശരീരമില്ലാത്ത അവസ്ഥയിൽ അവർ പ്രാപിക്കണു. ഏത് രൂപത്തിനെയാണോ ധ്യാനിക്കണം ആ രൂപത്തിനെ പ്രാപിക്കാൻ അവർക്ക് സാധിക്കണു. ആ ആത്മബോധത്തോടെ ശരിയായ മാർഗനിർദ്ദേശം സ്വീകരിച്ചിട്ട് ഒരു ഗുരുവിൽ നിന്ന് ആ മാർഗനിർദ്ദേശം സ്വീകരിച്ചിട്ട് ഏത് മന്ത്രം ജപിക്കണം അല്ലെങ്കിൽ എപ്രകാരത്തിൽ ആ കർത്തവ്യങ്ങൾ നിറവേറ്റണം, ഇതിന് യഥാർത്ഥത്തിൽ ഒരു ഗുരുവിൻ്റെ അത്യാവശ്യകത ഉണ്ട്. നമ്മുടെ ജീവിതത്തിലും പലരും ഗുരു ഉണ്ടാവും അല്ലേ. നമുക്ക് ആ മാതാപിതാക്കൾ മുതൽക്ക് നമുക്ക് അക്ഷരജ്ഞാനം തന്നത് അവരൊക്കെ നമ്മളൊക്കെ അക്ഷരജ്ഞാനം തന്നു അല്ലെങ്കിൽ സംസ്കാരം തന്ന ഗുരുക്കളാണ്. പക്ഷേ മോക്ഷത്തിലേക്ക് അത് സദ്ഗുരു ആയി ഭവിക്കണം. നമ്മളെ അത് ദീക്ഷാഗുരു എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അവരാണ്, അവരുടെ നിർദ്ദേശത്തിൽ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം അങ്ങനത്തെ ആ മാർഗനിർദ്ദേശത്തിനെ സ്വീകരിച്ചിട്ട് ഫലേച്ഛ കൂടാതെ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുന്ന ആള് തീർച്ചയായിട്ടും ഭഗവാന്റെ പദത്തിൽ ആ ഉന്നത പദത്തിൽ എത്തിച്ചേരും എന്നാണ് പറയണത്. അവര് ആ വഴിക്ക് മുന്നേറുകയാണ്. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. എന്തെന്നാൽ ജനകാദയ കർമ്മണ ഏവ സംസിദ്ധിം. ജനകൻ ആദിയായിട്ടുള്ള രാജാക്കന്മാർ, ജനകൻ എന്ന് പറഞ്ഞാൽ വിദേഹ രാജാവാണ് അല്ലേ, രാജാക്കന്മാരാണ് അവിടെ. ആ നിമിയുടെ വംശജരാണ് അവർ. നിമിക്ക് ശരീരം വേണ്ട പറഞ്ഞു. അത് ശാപം. വസിഷ്ഠൻ അങ്ങോട്ടും നിമി അങ്ങോട്ടും വസിഷ്ഠൻ ഇങ്ങോട്ടും ശപിച്ചു. അപ്പം അത് കാരണം രണ്ടുപേരുടെയും ശരീരം നഷ്ടപ്പെട്ടു. പക്ഷെ വസിഷ്ഠന് വീണ്ടും ശരീരം വേണം പറഞ്ഞു. നിമി പറഞ്ഞു എനിക്ക് ശരീരമേ വേണ്ട, ഈ ശരീരമാണ് ഏറ്റവും വലിയ ഉപദ്രവം. ഇതെല്ലാം നമുക്ക് ഭാഗവത്തിൽ അറിയാം അല്ലേ. അപ്പം കാരണം ഈ ശരീരം ഉണ്ടാവുകൊണ്ടാണ് പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. അപ്പം ശരീരം വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് എല്ലാ ജീവജാലങ്ങളുടെയും കൺപോളയിൽ വരസിച്ചാൽ മതി, അതാണ് നമ്മൾ കണ്ണ് ഇമ ആട്ടണത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അവിടെ ഓരോ രാജാക്കന്മാർക്കും ഓരോ പേരുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സീതാദേവിയുടെ പിതാവിനെയാണ് നമ്മളൊക്കെ ജനകൻ എന്ന് കേട്ടിട്ടുള്ളത്. പക്ഷെ ആ നിമിയുടെ വംശജരായിട്ടുള്ള വരുന്ന എല്ലാ രാജാക്കന്മാരും ജനകന്മാരായിരുന്നു, വൈദേഹന്മാരായിരുന്നു. അപ്പം ആ വിദേഹൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ശരീരത്തിനോട് താല്പര്യമില്ല, അവർ ശരീരത്തിനെ മാനിക്കാറില്ല. സീതാദേവിയുടെ അച്ഛൻ്റെ പേര് സീരധ്വജൻ എന്നായിരുന്നു. അപ്പം ആ ആദികളായിട്ടുള്ള രാജാക്കന്മാർ, ജനകൻ വേറെയും പല, നമുക്ക് ഭാഗവതം 9ാമത്തെ സ്കന്ധം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനത്തെ ആത്മജ്ഞാനികളായിട്ടുള്ള രാജാക്കന്മാരെ കാണാൻ പറ്റും. ജനകനായിക്കോട്ടെ, രന്തിദേവനായിക്കോട്ടെ, അങ്ങനെ പല പല രാജാക്കന്മാരെയും, അളർക്കനായിക്കോട്ടെ, അങ്ങനെ അവർ കർമ്മങ്ങളെല്ലാം ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് ആ ആത്മാവ് എപ്പോഴും അല്ലെങ്കിൽ മനസ്സ് എപ്പോഴും ഭഗവാനിലായിരുന്നു, പരമാത്മാവിലായിരുന്നു. ഇപ്പം ജനകാദയ കർമ്മണ ഏവ സംസിദ്ധിം. ഇപ്പം ജനകൻ ആദിയായിട്ടുള്ള രാജാക്കന്മാര് കർമ്മം കൊണ്ട് തന്നെ, അവർ കർമ്മം ചെയ്ത് തന്നെ പരിപൂർണതയിലെത്തി, ആസ്ഥിത എത്തിച്ചേർന്നു. ലോകസംഗ്രഹം എന്നാൽ സാമാന്യ ജനങ്ങളെ സംരക്ഷിക്കാം. ഇതാണ് ഒരു രാജാവിൻ്റെ കടമയെന്ന്, സാമാന്യ ജനങ്ങളെ സംരക്ഷിക്കലാണ്. ഇപ്പം രാജാവിൻ്റെ നിയമങ്ങളെ പ്രജകളും അനുസരിക്കണം. അതുമാതിരി രാജാവ് അപ്പം അവരെ സംരക്ഷിക്കാനും തയ്യാറാവണം. ഏവ അഭി സംപശ്യൻ, അതിനെയും ദർശിച്ചും കൊണ്ട് ആ ജനങ്ങളെ സംരക്ഷിക്കുക
എന്നതിനെ അതുമാത്രമാവണം എപ്പോഴും തൻ്റെ ലക്ഷ്യം. അങ്ങനെ ഓർത്തും കൊണ്ട് കർത്തും അർഹസി, കർമ്മം ചെയ്യാൻ നീ അർഹിക്കണു. നീയും ആ ജനകനെ മാതിരി അല്ലെങ്കിൽ അതുമാരുള്ള ആത്മജ്ഞാനികളായിട്ടുള്ള രാജാക്കന്മാരെ മാതിരി നീയും പ്രവൃത്തി ചെയ്യണം. കാരണം അവരൊക്കെ യുദ്ധവും ചെയ്തിരുന്നു. ഇപ്പൊ ജനകനെ എടുത്ത് പറയാൻ എന്താ കാരണം എന്ന് നമ്മൾ ചോദിക്കുക അല്ലേ? എന്താ പത്ര ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത? കാരണം അദ്ദേഹം അത്രയും വിരക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു അഷ്ടാവക്രൻ. ഒരു പ്രാവശ്യം അഷ്ടാവക്രൻ നമുക്കറിയാം, ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ആ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടിട്ട് അവിടുത്തെ കുറേ അന്യ രാജാക്കന്മാരെല്ലാവരും ഇദ്ദേഹത്തിനെ പരിഹസിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടത് വിദേഹ രാജാവായിട്ടുള്ള ജനകൻ സ്ഥിരധ്വജൻ വലിയ ജ്ഞാനിയാണ്, ആത്മതത്വങ്ങൾ അറിയുന്ന ആളാണ്, ഞാൻ അത് കാരണം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് കാര്യമില്ല, ഇവിടെ എല്ലാം ചർമ്മ ജോലിക്കാരാണ് ഇരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ചെരുപ്പ് കുത്തികൾ എന്ന് പറഞ്ഞാൽ അവരാണ് ചർമ്മത്തിനെ പറ്റിയിട്ട് കൂടുതൽ നല്ലത് ഏതാ ചീത്ത ഏതാ. കാരണം അദ്ദേഹത്തിന് കാണാൻ അഷ്ടാവക്രം എന്ന് പറഞ്ഞാൽ 8 സ്ഥലത്ത് വളഞ്ഞുകൊണ്ടുള്ള ശരീരപ്രകൃതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പം ആ ഇത് കേട്ടപ്പോൾ ജനകന് മനസ്സിലായി ഇദ്ദേഹം സാധാരണക്കാരനല്ല. അദ്ദേഹം വളരെ ആദരിച്ചിരുത്തി, എന്നിട്ട് അർഘ്യവാദ്യാദികളൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ജ്ഞാനം സ്വീകരിച്ചു. അങ്ങനെ ഗുരുവായിട്ട് സ്വീകരിച്ചു. ഒരു പ്രാവശ്യം എല്ലാ അന്യ രാജാക്കന്മാരും ജനകനും അഷ്ടാവക്രനും അപ്പോൾ അവർക്കൊക്കെ ഒരു തോന്നല്, എല്ലാവർക്കും ഈ ശിഷ്യരായിട്ടുള്ള മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ജനകനോടാണ് അഷ്ടാവക്രന് കൂടുതൽ താല്പര്യം. എന്താണ് ഇദ്ദേഹത്തിന് ഇത്ര ഒരു മഹത്വം ജനകന് എന്നുള്ള മറ്റുള്ള ശിഷ്യർക്കൊക്കെ ഒരു അസൂയ മാതിരിയായിരുന്നു. അപ്പോൾ ഇതൊരു മനസ്സിലിരിക്കുക, സദ്ഗുരുവിന് ഒരാളുടെ മനസ്സിലത്തെ കാര്യം അറിയാം. അപ്പോൾ അഷ്ടാവക്രൻ സാധാരണ വ്യക്തിയല്ല, അദ്ദേഹത്തിന് ഓരോ ശിഷ്യൻ്റെയും മനസ്സിലെ കാര്യം അറിയായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇവരെല്ലാവരും കൂടി നദിയുടെ പക്കത്തേക്ക് കുളിക്കാൻ വേണ്ടി പോയപ്പോൾ അഷ്ടാവക്രൻ്റെ തൻ്റെ ദിവ്യശക്തി കൊണ്ട് അങ്ങനെ ഒരു പ്രതിഭാസം മാതിരി, അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തോന്നി, ഇതാ ജനകൻ്റെ ആ വലിയ കൊട്ടാരം കത്തും നിന്നിട്ട് അങ്ങനെ തോന്നി. അപ്പം എല്ലാവർക്കും തോന്നിയതാ രാജാവിൻ്റെ കൊട്ടാരം കത്തുന്നു. ആർക്കും ടെൻഷൻ ഉണ്ടായിരുന്നില്ല, കാരണം കത്തുന്നത് ജനകൻ്റെ അല്ലേ, അവർക്ക് ടെൻഷൻ ഉണ്ടായില്ലേ. പക്ഷേ അവിടുന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, രാജാവേ ഇതാ കൊട്ടാരം കത്തുന്നു. ജനകൻ പറഞ്ഞു, അതവിടെ കത്താൻ അല്ലെങ്കിൽ നാളെ കത്തായിരുന്നതാണ്, കത്തിക്കോട്ടെ എന്ന ഭാവത്തിൽ ഒന്നും ഇണ്ടാതെ അദ്ദേഹം തൻ്റെ വേണ്ട മാതിരി തന്നെയുള്ള ആ സന്ധ്യാവന്തനം എല്ലാം ചെയ്യായിരുന്നു. പക്ഷേ മറ്റ് ശിഷ്യന്മാരങ്ങനെയല്ല, അവർക്ക് പേടിയാവാൻ തുടങ്ങി. അയ്യോ, ഇപ്പം എല്ലായിടും കത്തുന്നു പറയുമ്പോൾ ഞങ്ങളുടെ വസ്ത്രങ്ങൾ അവിടെ ഉണക്കാട്ടിട്ടുണ്ട്, അതും ഞങ്ങളുടെ കമണ്ടിലുണ്ട്, അത്യാവശ്യ സാധനങ്ങളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, മാറ്റാനുള്ള വസ്ത്രമുണ്ട്, അപ്പം അതും കത്തിപ്പോവല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഓടി. അവിടെ ചെന്നപ്പോൾ എന്താ, അത് വെറും ഒരു തോന്നൽ മാത്രമായിരുന്നു, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. അപ്പം അഷ്ടാവക്രൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പം സംശയം തീർന്നില്ലേ, ജനകനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അദ്ദേഹം നിരാസക്തനാണ്, ഒരു ആസക്തി. അപ്പം അതായിരുന്നു ഈ ഇത്ര എടുത്ത് പറയാൻ കാരണം ഭഗവാൻ ജനകൻ എന്നുള്ളത്. അപ്പം ജനകനെ പോലുള്ളവർക്ക് സാക്ഷാത്കാരം ലഭിച്ചിരുന്നു. ആത്മസാക്ഷാത്കാരം ലഭിച്ച ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ചിട്ട് അവർ പരിപൂർണതയിൽ എത്തിച്ചേർന്നതിനാൽ സാമാന്യ ജനങ്ങളെ ഒരു ഉദാഹരണമായിട്ട് രാജാക്കന്മാരിന് ഉദാഹരണം, യഥാ രാജ തഥാ പ്രജ എന്നാ പറയുക അല്ലേ. അപ്പം ആ സാമാന്യ ജനങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട്, അവർക്കൊരു പാഠമായിട്ട് നീയും കർമ്മം ചെയ്യണം. കാരണം ഭാവിയിൽ നീ രാജാവാനുള്ള ആളാണ്. അതെങ്കിൽ പാണ്ഡവന്മാർ ഒരാൾ സിംഹാസനത്തിലിരുന്നാലും സമമാണ് എല്ലാവരും, അവർക്കെല്ലാം സമമാണ്. അപ്പം അങ്ങനെ ഭാവിയിലത്തെ രാജാവാവേണ്ടവരാണ്. അപ്പോൾ ആ രാജാക്കന്മാരെയാണ് ഉദാഹരണമായി കണ്ടിട്ട് നീ കർമ്മം ചെയ്യേണ്ടത് എന്നാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയണത്. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠ യത് യത് ആചരതി, ഇതെല്ലാവരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ തത്വമാണ് അല്ലേ. ശ്രേഷ്ഠനായൊരു വ്യക്തി, ഒരു കുടുംബമായിരിക്കാം, ആ കുടുംബത്തിലെ ശ്രേഷ്ഠനായ മുതിർന്ന ഒരു വ്യക്തി എന്ത് ആചരിക്കണതോ, അപ്പം ശ്രേഷ്ഠനായ ഒരു വ്യക്തി യാതൊന്നിനെ ഏത് കർമ്മത്തിനെ ആചരിക്കുന്നുവോ ഇതര ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരു ഗൃഹമാണെങ്കിൽ അവിടുത്തെ അംഗങ്ങൾ, അല്ല ഒരു മുതിർന്ന രാജാവ് തന്നെയാണെങ്കിൽ ആ പ്രജകള് തതയേവ ആചരതി, ആ മുതിർന്ന വ്യക്തി എന്ത് ചെയ്യണു അതിനെ
മറ്റുള്ളവരും അതിനെ അനുകരിക്കും, അതിനെ അവരാചരിക്കും. സ യത് പ്രമാണം കുരുതേ, സ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി, അദ്ദേഹം യത് യാതൊന്നിനെ ഉദാഹരണമാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുവോ തത് ലോകം അനുവർത്തതെ. ഒരു രാജാവ് എന്ത് കാര്യമാണോ ചെയ്യണത്, പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പഴയ കാലത്ത് അംബരീഷൻ്റെ കാലത്ത് എല്ലാവരും ഏകാദശി നോറ്റിയിരുന്നു. പിന്നെ രുക്മാംഗതൻ്റെ സമയത്തും എല്ലാവരും ഏകാദശി നോറ്റിയിരുന്നു. അപ്പം ആ സമയത്ത് എല്ലാവരും വൈകുണ്ഠത്തിലേക്ക് പോവുമായിരുന്നു. യമരാജാവ് വന്നിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ഒരു സങ്കടം പറഞ്ഞു എന്നൊക്കെ നമ്മൾ കഥ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ആ മുതിർന്ന വ്യക്തി അല്ലെങ്കിൽ നേതൃത്വം വഹിക്കണ ഒരു വ്യക്തി, രാജാവായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യണോ അതിനെ മറ്റുള്ളവരും അനുസരിക്കുക. നല്ലതാവാം ചീത്തയാവാം. ഒരു ഗൃഹത്തിലത്തെ മുതിർന്ന വ്യക്തി എപ്പോഴും കോപിച്ചുകൊണ്ടാണെങ്കിൽ ആ വീട്ടിലുള്ളവരും കോപിച്ചുകൊണ്ടിരിക്കും, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടും. അല്ല ആ മുതിർന്ന വ്യക്തി ശാന്ത സ്വഭാവമാണെങ്കിൽ പതുക്കെ പതുക്കെ എല്ലാ ശണ്ട കൂടുന്നവരും കൂടി ശാന്തമാവും. അതേമാതിരി മറ്റുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം ഒരു ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുന്നു. അപ്പോൾ ഒരു മുതിർന്ന വ്യക്തിക്ക് ആദരവ് കിട്ടും, വെറുതെ ഒന്നും ആദരവ് കിട്ടില്ല. ആചാര്യനാവുക പറഞ്ഞിട്ട് എന്താ, ആചരണം നല്ലതാവണം. ആചരണം നന്നെങ്കിൽ മാത്രമേ ആചാര്യനാവാൻ പറ്റുള്ളൂ, ആദരവ് കിട്ടുള്ളൂ. അല്ലാണ്ട് ആചാര്യനല്ല ആവണം എന്നുള്ള, എല്ലാവരും എന്നെ വന്ദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹ്യമായ വന്ദന ഉണ്ടാവുള്ളൂ, ആന്തരികമായിട്ട് മനസ്സുകൊണ്ട് ആരും വന്ദിക്കില്ല. ആചാര്യൻ എന്ന് പറയണത് എന്താണ്, ആചരണം നല്ലതാരുടെയാണോ അവരാണ് ആചാര്യന്മാർ. അപ്പം മാതൃകാപരങ്ങളായിട്ടുള്ള പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് തരത്തിലുള്ള സ്വഭാവമാണോ സ്വീകരിക്കുന്നത് അതിനെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. നല്ല പ്രവൃത്തികളിൽ സമൂഹത്തെ ഉദ്ബുദ്ധരാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് രാജാവ് ആവേണ്ടത്, അല്ലേ? അല്ലാണ്ട് വേനനെ മാതിരിയുള്ളവരൊന്നല്ല, ജനകനെ ആവേണ്ടത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു നല്ല രാജാവിനെയാണ് ആവശ്യം. അപ്പോൾ ആ സമുദായം ഉയർന്നു വരും. അതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ദുശ്ശീലുള്ള വ്യക്തി ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സമുദായത്തിലുള്ളവരെ എല്ലാം ദുശ്ശീലരാക്കും എന്നാണ് പറയുന്നത്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ജ്ഞാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. അത് കാരണം ഹേ പാർത്ഥ, ത്രിഷു ലോകേഷു മമ മേ കർത്തവ്യം കിഞ്ചനസ്തി ന അസ്തി. അത് കാരണം ഹേ പാർത്ഥ, ഈ 3 ലോകങ്ങളിലും എനിക്ക് കർത്തവ്യമായിട്ട് എനിക്കിതൊന്ന് ചെയ്യണം എന്നുള്ള ഒരു കർത്തവ്യം നാസ്തി, എവിടെയില്ല. എനിക്ക് ചെയ്യാനുള്ള ഒരു കർത്തവ്യവും ഇല്ല. കാരണം ഭഗവാനാണ്. ഭഗവാൻ എന്ത് കർത്തവ്യം? ബാക്കി ബ്രഹ്മാവ് മുതൽക്ക് എല്ലാവർക്കും ഓരോ കർത്തവ്യമുണ്ട്. കാരണം അവർ ഒരു നശിക്കാൻ ഉള്ള ഒരു ശരീരത്തോടു കൂടിയുള്ളവരാണ്. ബ്രഹ്മാവാണെങ്കിൽ അല്ലേ, വളരെ കാലങ്ങൾ കഴിഞ്ഞാൽ ബ്രഹ്മാവിനും ഒരു ദിവസം അവസാനം വരും. പക്ഷെ ഭഗവാൻ എന്നും അനശ്വരനായിട്ടുള്ള ഭഗവാനാണ്. അപ്പോൾ ഭഗവാന് ചെയ്യാൻ ഒന്നുമില്ല. അത് കാരണം ഈ 3 ലോകത്തും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒരു കർമ്മവുമില്ല, എനിക്ക് ഇല്ലാത്തതായിട്ടോ ഭഗവാൻ അതാണ് എല്ലാവരോടും പറയണത് അല്ലേ, യോഗക്ഷേമം വഹാമ്യഹം മുന്നോട്ട് പറയണ ഒരു ശ്ലോകമാണ്. അപ്പോൾ ഭഗവാൻ ഒരു യോഗക്ഷേമത്തിൻ്റെ ആവശ്യമില്ല. ഭഗവാന് യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വസ്തു ഇല്ല, അതിനെ നമുക്ക് പ്രാപ്തി ചെയ്യാം, അതിന് യോഗം. ഈ യോഗത്തിന് ഇപ്പം നമ്മൾ പല അർത്ഥങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് ഒരർത്ഥം അതാണ്, ഒരു വസ്തു നമ്മുടെ ഇല്ല, അതിനെ പ്രാപ്തി ചെയ്യലാണ് യോഗം. പിന്നെ ക്ഷേമം എന്ന് പറഞ്ഞാൽ അതിനെ സൂക്ഷിക്കുക. പക്ഷെ ഭഗവാൻ ഒന്നിനെ സൂക്ഷിക്കാനും ഇല്ല, ഭഗവാൻ ഒന്നും പ്രാപ്തി ചെയ്യാനും ഇല്ല. ഭഗവാൻ പറയാണ്, എനിക്ക് ഇല്ലാത്തതായിട്ടോ ആവശ്യമായതായോ ആയിട്ട് യാതൊന്നുമില്ല. സാക്ഷാൽ മഹാലക്ഷ്മി പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാൻ എന്തിൻ്റെ കുറവാണ്? എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഭഗവാൻ ഇപ്പോൾ ഇവിടെ ആ തേരാളിയായിട്ട് വല്ല ആവശ്യമുണ്ടോ? സുഖമായിട്ട് ആ ദ്വാരകയിൽ അവിടെ ഇരിക്കാം. പക്ഷെ പിന്നെയും ഭഗവാൻ അവിടെ വന്നിട്ട് എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്? ആ നാരായണാസ്ത്രമൊക്കെ തൻ്റെ ഹൃദയത്തിലാണ് ഭഗവാൻ സ്വീകരിച്ചത് അല്ലേ. അപ്പം അത്രയും കഷ്ടപ്പാട് വേറെ ആ നാരായണാസ്ത്രം വേറെ ആർക്കും അത് സ്വീകരിക്കാനുള്ള കഴിവില്ല. കാരണം അത് ഭഗവാന്റെ തന്നെ അസ്ത്രമല്ലേ. അത് ആ ഭൂമിയിൽ എവിടെയും ഈ ഭൂമി മുഴുവൻ നശിക്കും. ബ്രഹ്മാസ്ത്രമൊക്കെ അതിൻ്റെ മുമ്പിൽ ഒന്നുമില്ലാത്ത അത്രയും വലുതായിരുന്നു ഈ നാരായണാസ്ത്രം എന്നാണ് പറയണത്. അതിനെയും കൂടി തൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ സ്വീകരിച്ചു, എല്ലാം ഈ അർജുനന് വേണ്ടിയിട്ട്.
അപ്പൊ ഭഗവാൻ എന്ത് നേടാനാ? ഭഗവാൻ ഒന്നും പ്രാർത്ഥിക്കാനും ഇല്ല, ഒന്നും സൂക്ഷിക്കാനും ഇല്ല. പക്ഷെ എന്നാലും ഭഗവാൻ തൻ്റെ കർത്തവ്യങ്ങളെ പൂർണ്ണമായിട്ട് അതിനെ നിർവഹിക്കണ്ട. യദീഹ്യഹം ന വർത്തേയം ജാതുകർമ്മണ്യതന്ത്രിത മമ വർമാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശ ഹി ജാതു അതന്ത്രിത. എന്തുകൊണ്ടെന്നാൽ ജാതു ഒരിക്കലും അതന്ത്രിത അലസത കൂടാതെ അഹം ഞാൻ കർമ്മണി ഞാൻ കർമ്മത്തിൽ എനിക്ക് വിധിച്ച കർമ്മത്തില്, കാരണം ഒരു ശരീരം സ്വീകരിച്ചാൽ അതിൻ്റെതായ കർമ്മങ്ങളുണ്ട്. ആ നിയത കർമ്മങ്ങളിൽ, ആ നിർവഹണത്തില് യതിന വർത്തേയം ഞാൻ വർത്തിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ ഹേ പാർത്ഥ മനുഷ്യ സർവശ മമ വർമ്മ അനുവർത്തന്തേ. മനുഷ്യര് സർവശ എല്ലാ തരത്തിലും. എന്നാൽ ഭഗവാൻ ഓടക്കൊള്ളൂതുന്നു, മനുഷ്യരും ഓടക്കൊള്ളൂതുന്നു അല്ലേ? അമാതിരി രാസക്രീഡയ്ക്ക് മാത്രം അതിന് മെനക്കെടണ്ട. കാരണം അപ്പം എന്താ ഉണ്ടാവുക? ആ കാളിയൻ്റെ തലയിലും കയറി നിന്ന് നൃത്തം ചെയ്യേണ്ടി വരും, ഗോവർദ്ധനം ഉയർത്തേണ്ടി വരും. അതിനൊക്കെ കഴിവുണ്ടെങ്കിൽ രാസക്രീഡയും ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ സർവപ്രകാരണയും മമാ വർമ്മ അനുവർത്തന്തേ, എൻ്റെ മാർഗത്തിനെ, വർമ്മ എന്ന് പറഞ്ഞ മാർഗത്തിനെ അനുവർത്തിക്കും, അനുകരിക്കും. അത് പറഞ്ഞ ഭഗവാന്റെ വചനങ്ങളെ അനുസരിക്കേ വേണ്ടുള്ളൂ. ശ്രീകൃഷ്ണന്റെ വാക്കുകളെ അനുസരിക്കേ വേണ്ടുള്ളൂ. ഭഗവത്ഗീതയിൽ പറഞ്ഞതിനെ അനുസരിക്കുക, അല്ലെങ്കിൽ ഉദ്ധവ ഉപദേശത്തിൽ ഉദ്ധവ ഗീതയിൽ പറഞ്ഞതിനെ അനുസരിക്കേ വേണ്ടുള്ളൂ. ഭഗവാൻ ചെയ്ത കർമ്മങ്ങളെ അനുകരിക്കാൻ പാടില്ല. അത് സാധ്യമാവണ കാര്യമല്ല അല്ലേ? ഭഗവാൻ ജനിച്ച 6-ാം ദിവസം തന്നെ പൂതനെ കൊന്നു. അനുകരിക്കാൻ പറ്റിയ കാര്യമാണ് ഒരു കുട്ടിക്ക്? പ്രണാവർത്തനെ കൊന്നു, അനുകരിക്കാൻ പറ്റിയതാണോ? അത് സാധ്യമാവാത്ത കാര്യമാണ്. അനുസരിക്കാനേ പറ്റൂ ഭഗവാന്റെ വചനങ്ങളെ. അപ്പൊ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ശ്രദ്ധയോടെ ചെയ്യാണ്ടിരുന്നാലും ജനങ്ങൾ എൻ്റെ മാർഗം പിന്തുടരും. ഭഗവാൻ ആ ഗൃഹസ്ഥാശ്രമം നമുക്കറിയാം അല്ലേ? ആ സ്കന്ധം 10-ത്തെ അധ്യായം 69 ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമത്തിനെ പറ്റിയിട്ട് നാരദർ കാണാൻ വരുന്നുണ്ടായി. അപ്പൊ ആ ഗൃഹസ്ഥാശ്രമത്തില് ഭഗവാൻ എങ്ങനെയാണോ ഒരു ഗൃഹസ്ഥൻ ജീവിക്കേണ്ടത്? എല്ലാ ഗൃഹസ്ഥന്മാർക്കും അധികം പക്ഷെ ഓരോ ഗൃഹം അതിലൊരു ഭാര്യ, ഒരു കുട്ടികൾ അത്രേ ഉണ്ടാവുള്ളൂ. ഭഗവാൻ അങ്ങനെയാണോ? 16,108 ഗൃഹങ്ങൾ, അതിലൊക്കെ അത്രയും ഭാര്യമാര്, അവർക്കൊക്കെ 10 പുത്രന്മാരും ഓരോ പുത്രികൾ. പക്ഷെ അവരുടെ കൂടെയൊക്കെ ഭഗവാൻ ഉണ്ടായിരുന്നു. എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആവശ്യങ്ങളും ഒക്കെ നിർവഹിച്ചു കൊടുത്തിരുന്നു ഭഗവാൻ. അപ്പൊ അതിനെ അപ്പൊ ഭഗവാൻ ഒന്നിനും ഒരു വിട്ടുവീഴ്ച വരുത്തിയില്ല. ഒരു ഗൃഹസ്ഥനാണോ ശരി, എല്ലാ ഗൃഹങ്ങളിലും യജ്ഞം ചെയ്തിരുന്നു. എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഭാര്യമാരോടും കൂടെ ഭഗവാൻ വളരെ സന്തോഷമായിട്ട് മക്കളെ കളിപ്പിച്ചിരുന്നു, വേദം പഠിപ്പിക്കണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഭഗവാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതാ പറയണത്, എനിക്ക് വിധിക്കപ്പെട്ട കാരണം ഒരു ശരീരം സ്വീകരിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ചില കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. അതൊരു ആശ്രമം സ്വീകരിച്ചു, ഗൃഹസ്ഥാശ്രമം. അപ്പൊ ആ ആശ്രമത്തിന് വിധിച്ച കാര്യങ്ങൾ ഞാൻ നിർവഹിക്കുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി. അഥവാ ഇനിയിപ്പോൾ ചെയ്തിട്ടില്ല, ഒരു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അപ്പം എന്താ ഉണ്ടാവുക? ജനങ്ങൾ അവരും ചെയ്യില്ല, അവരൊന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ അവരപ്പോഴും ആ മാർഗവും പിന്തുടരും. ചെയ്താൽ അവരും കർമ്മങ്ങൾ ചെയ്യും. ഭഗവാൻ ചെയ്യാണ്ടിരുന്നാൽ അവിടുത്തെ ജനങ്ങൾ അത് ചെയ്യാണ്ടിരിക്കും. ഭഗവാൻ ഗൃഹസ്ഥാശ്രമത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവിടുത്തെ പ്രജകളും ഒന്നും ഗൃഹസ്ഥാശ്രമം ശ്രദ്ധിക്കില്ല. അത് അറിഞ്ഞിട്ടാണ് ഭഗവാൻ എല്ലാം വളരെ നല്ല സൂക്ഷിച്ച് പെരുമാറിയിരുന്നത്. ഉത്സീദേയൂരിമേ ലോകാനകുര്യാ കർമ്മ ചേദഹം സങ്കരസ്യ കർത്തസ്യാം ഉപഹന്യാമി മാ പ്രജ. ഉത്സീദേയൂരിമേ ലോക, ഉത്സീദേരി നശിച്ചു പോകും. എന്താണ് നശിച്ചു പോകുക? ഇമേ ലോക, ഈ ലോകം ന കുര്യാ കർമ്മ ചേദഹം, ഞാനൊരു കർമ്മവും ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ, ഞാനൊരു കർമ്മവും ചെയ്യണില്ലെങ്കിൽ ഈ ലോകം നശിച്ചു പോകും എന്നാണ് ഭഗവാൻ പറയണത്. അഹംകർമ്മന കുര്യാം ഇമേ ലോക ഉത്സീദേയു, എനിക്ക് വിധിച്ച കർമ്മങ്ങളെ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ലോകങ്ങൾ നശിച്ചു പോകും. ധർമ്മമുണ്ട്, ഭഗവാന്റെ ധർമ്മങ്ങളുണ്ട് അല്ലേ? മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് ചെന്നപ്പോൾ എല്ലാവരുടെ കർത്തവ്യങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം അവിടെ വിസ്തരിച്ച് പറയണ്ടായി. അതിൽ ഭഗവത് ധർമ്മം, ഭാഗവത ധർമ്മം, ഭക്തന്മാരുടെ ധർമ്മം, സ്ത്രീകളുടെ ധർമ്മം, രാജാവിൻ്റെ ധർമ്മം എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
അപ്പം അങ്ങനെ ഉത്സീദേയു നശിച്ചു പോകും, ലോകം നശിച്ചു പോകും. ഭഗവാന്റെ കർത്തവ്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലോകം നശിച്ചു പോകും. സങ്കരസ്യ കർത്താസ്യ ഇമാ പ്രജ ഉപഹന്യാച്ച. അപ്പൊ സങ്കരസ്യ വർണ്ണസങ്കരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നടക്കണത് തന്നെ വർണ്ണസങ്കരം അല്ലേ. ബ്രാഹ്മണൻ ഒരു വൈശ്യന്റെ അല്ലെങ്കിൽ ശൂദ്രന്റെ ക്ഷത്രിയന്റെ ഏതിഷ്ടം പിടിച്ച ആ ജോലി ചെയ്യും. അല്ല, ഒരു ക്ഷത്രിയന് തോന്നുകയാണ് എനിക്ക് ബ്രാഹ്മണന്റെ കാര്യം ചെയ്യണം, എനിക്ക് വൈശ്യന്റെ കാര്യം ചെയ്യണം, എനിക്ക് ശൂദ്രന്റെ കാര്യം ചെയ്യണമെന്ന് അത് ചെയ്യും. അതായത് ശൂദ്രൻ തോന്നുകയാണ് ഞാനൊരു ബ്രാഹ്മണന്റെ കാര്യം ചെയ്യട്ടെ, ഞാൻ ഒരു ക്ഷത്രിയന്റെ കാര്യം ചെയ്യട്ടെ, വൈശ്യന്റെ കൃഷി ഗൗരക്ഷ വാണിജ്യം ഇതൊക്കെ, അപ്പോൾ വൈശ്യന്റെ കർമ്മമായി. അപ്പം ഞാൻ അല്ലെങ്കിൽ സൈന്യത്തിൽ പോട്ടെ, എല്ലാവർക്കും അതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ വർണ്ണസങ്കരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് കർമ്മങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതുമാതിരി വിവാഹങ്ങൾ ചെയ്യായി, അപ്പം അതുമാതിരി അങ്ങനത്തെ സന്താനങ്ങൾ, വർണ്ണസങ്കരം എല്ലാം കൊണ്ട് വർണ്ണസങ്കരമാവും ആയിക്കഴിഞ്ഞു. അപ്പം ആ വർണ്ണസങ്കരത്തിന് കർത്താസ്യാം മാ ഉപഹന്യാം. അപ്പം ഞാൻ അതിന് കർത്താവാകും, കാരണം അതിൻ്റെ ഉത്തരവാദി ഞാനാവും. ഇങ്ങനെ വർണ്ണസങ്കരം ഉണ്ടായി എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാവും? ഭഗവാനാവും. അതിന് അങ്ങനെ ഭവിച്ചും കൊണ്ട് ഇമാ പ്രജ ഉപഹന്യാം ഒന്നങ്ങ് നശിപ്പിക്കുക. കാരണം വർണ്ണസങ്കരം വന്നിട്ടുണ്ടെങ്കിൽ പതുക്കെ ആ സമുദായം നശിക്കുകയുള്ളൂ. കാരണം അവിടുത്തെ അതിൻ്റെ ഒറിജിനലായിട്ടുള്ള എല്ലാ സംസ്കാരങ്ങളും എല്ലാ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോരുത്തരായിട്ടുള്ള അവരുടെ ആ ഓരോ സംസ്കാരങ്ങളുണ്ട് അല്ലേ. ഓരോ വിഭാഗത്തിൻ്റെ ബ്രാഹ്മണർക്ക് അവരുടേതായിട്ടുള്ളുണ്ട്, ക്ഷത്രിയർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ട്രഡീഷൻ ഉണ്ട്. അതെല്ലാം നശിച്ചു പോകും, അതിന് ഞാൻ കാരണക്കാരനാവും എന്നാണ് ഭഗവാൻ പറയണത്. ഭഗവാൻ പറയാണ്, ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കാണ്ടിരുന്നു എങ്കിൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും, മനുഷ്യരെല്ലാം അധപ്പതനത്തിലേക്ക് പോവും. അനാവശ്യമായിട്ടുള്ള ആ വർണ്ണസങ്കരം എന്ന് പറഞ്ഞാൽ കർമ്മം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, മനുഷ്യരുടെ ജാതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായിട്ടുള്ള വിവാഹങ്ങൾ ചെയ്യും. അപ്പം അങ്ങനെ അങ്ങനത്തെ ജനങ്ങൾ പെരുകും. അപ്പോൾ അവിടെ സംസ്കാര ശൂന്യരാവും, വെറും മൃഗങ്ങളെമാരുള്ള ജീവിതാവും അതിന് ഞാൻ കാരണവുമായിത്തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും എന്നാണ് ഭഗവാൻ പറയണത്. സക്ത കർമ്മണി വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാ വിദ്വാംസ്തദാ സക്ത ചികീർഷുല്ലോക സംഗ്രഹം. ഹേ ഭാരത, ഹേ ഭരതവംശിയായിട്ടുള്ള അർജുന, അവിദ്വാൻമാരായിട്ടുള്ളവര് എന്ന് പറഞ്ഞാൽ അജ്ഞാനികളായിട്ടുള്ളവര് കർമ്മണി സക്ത യഥാ കുർവന്തി, കർമ്മണി ആ നിയത കർത്തവ്യത്തില് അവർക്ക് വിധിച്ച കർത്തവ്യത്തില് സക്ത ആസക്തരായിട്ട് യഥാ കുർവന്തി ഏതൊരു പ്രകാരത്തിൽ ചെയ്യുന്നുവോ തഥാ വിദ്വാൻ അസക്ത അപ്രകാരം ആരാണോ അജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി ആസക്തിയോടുകൂടെ ഒരു കർമ്മം ചെയ്യും. ഇവിടെ കർമ്മം രണ്ടു കൂട്ടരും ചെയ്യും, വിദ്വാനായവരും ചെയ്യും അജ്ഞാനിയായവരും ചെയ്യുന്നു. പക്ഷെ വിദ്വാനായവരെന്താ ചെയ്യണമെന്നാ ഭഗവാൻ പറയണ, ലോക സംഗ്രഹം ചികീർഷു കുര്യാ, ലോക നന്മയ്ക്കായിട്ട് ആ ലോകങ്ങളുടെയൊക്കെ നന്മയ്ക്കാ. അപ്പൊ ഭഗവാൻ പറയാണ് വിദ്വാനായവര് ഒരു വിഭാഗക്കാര് അവരും കർമ്മം ചെയ്യും, അവിദ്വാനായവര് അജ്ഞാനികളായവര് അവർ രണ്ടു കൂട്ടരും കർമ്മം ചെയ്യും. പക്ഷേ ഇവിടെ വിദ്വാനായ ഒരാളെ എന്തിനു വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്? ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ട്, ലോക ജനങ്ങളുടെ ഗുണത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ സമയത്തിന് മഴ പെയ്യണം, സമയത്തിന് കാര്യങ്ങൾ നടക്കണം, ഭൂമി കുലുക്കുണ്ടാവരുത്, അങ്ങനെ പല നല്ല നല്ല കാര്യങ്ങൾ വിചാരിച്ചിട്ട് അവർ ചെയ്യണു. അതിൻ്റെ ചികീർഷു അതിനാഗ്രഹിക്കുന്നവനായിട്ട് കുര്യാ ചെയ്യണം. പക്ഷേ ആസക്തനായൊരു വ്യക്തിയോ അജ്ഞാനിയായൊരു വ്യക്തിയോ സ്വന്തം കാര്യങ്ങൾ നടക്കണം, ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം, എനിക്ക് മാത്രം നന്മ വരണം എന്നുള്ളത്. ഇതാണ് രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം. അജ്ഞാനികളായവര് ഫലാകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും അവരുടെ ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ അവർ ഫലത്തിൽ ആസക്തരാവാൻ പാടില്ല, അവർ ആസക്തരാവൂല്ല. കാരണം ആസക്തനാണെന്ന് പറഞ്ഞാൽ വ്യക്തി അജ്ഞാനിയാണ്.
വിദ്വാനല്ല, ആസക്തനല്ല എങ്കിൽ മാത്രമാണ് ആ വ്യക്തി ജ്ഞാനിയാവുള്ളൂ, വിദ്വാനാവുള്ളൂ. അപ്പം ആത്മബോധമുള്ളവനും അതില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ആഗ്രഹങ്ങളുടെ കാര്യത്തിലാണ്, കർമ്മത്തിലല്ല. അപ്പം ആത്മബോധമുള്ള ആള് അതിൻ്റെ വളർച്ചയ്ക്കൊത്തതായിട്ടുള്ള ഒരു കർമ്മം ചെയ്യുക ഇല്ല. എന്തിൻ്റെ? ആസക്തിയുടെ, അല്ലെങ്കിൽ തൻ്റെ, കാരണം പ്രാരബ്ധം കൂടിക്കൂടി വരികയാണെങ്കിൽ, കാരണം കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം നമ്മുടെ കയ്യിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കൂടിക്കൂടി വരികയാണെങ്കിൽ വീണ്ടും വീണ്ടും ജന്മെടുക്കേണ്ടി വരും. ഇത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടി വരും. അതിനൊരു ശരീരം, അത് അനുഭവിക്കാൻ ഒരു ശരീരം സ്വീകരിക്കേണ്ടി തന്നെ വരും. എന്നാൽ അജ്ഞന്മാരങ്ങനെ ചെയ്യണത് മനസ്സിലാക്കാം. പക്ഷേ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി മാത്രമാണ് അവരത് ചെയ്യണത്. അവർക്ക് സ്വർഗം വരെ പോകാനേ അറിയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള അറിവ് അവർക്കില്ല. പക്ഷേ യഥാർത്ഥ വിദ്വാനായൊരു വ്യക്തി സ്വന്തം സുഖങ്ങൾക്കോ ഇന്ദ്രിയ സുഖങ്ങൾക്കോ അല്ലെങ്കിൽ ഫലാകാംക്ഷ സ്വർഗം വരെ പോവാനോ ഒന്നുമല്ല. അവർക്ക് ലോകം നന്നാവണം എന്നുള്ള സർവേ ഭവന്തു സുഖിന എന്നുള്ള ഏക ചിന്താഗതി മാത്രമേ ഉള്ളൂ. ഭക്തന്മാരായവർ അല്ലെങ്കിൽ വിദ്വാൻമാരായ ജനങ്ങളെ ആ ഒരു ഉദാഹരണമാണ് അന്യർക്ക് കാട്ടിക്കൊടുക്കേണ്ടത്. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. അജ്ഞാനാം കർമ്മസംഗിനാ ബുദ്ധിഭേദം ന ജനയേത്. അജ്ഞാനികളായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ വിദ്വാൻമാരൊന്നല്ല, അവർ ഇന്ദ്രിയ സുഖങ്ങൾക്ക് അല്ലെങ്കിൽ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഓരോരോ നല്ല യജ്ഞാദികളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു വെക്കണം. കർമ്മസക്തന്മാരാണ്. കാരണം അവർ ഇവിടെ കർമ്മം എന്ന് പറയണത് വേദോക്തമായിട്ടുള്ള ആ യജ്ഞാദികൾ. നമ്മൾ പഞ്ചയജ്ഞങ്ങളെ പറ്റി പറയണ്ടായി അല്ലേ? ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, ഋഷിയജ്ഞം, അങ്ങനെ പല 5 യജ്ഞങ്ങളെ പറ്റി നമ്മൾ പറയണ്ടായി. അപ്പം ആ വ്യക്തികൾ അവരിങ്ങനെ കർമ്മ ആസക്തന്മാരായിട്ട്, അവരെന്തിനു വേണ്ടിയിട്ടാണ് കർമ്മ ആസക്തന്മാരായി കർമ്മം ചെയ്യണം? അവർക്ക് ഫലാകാംക്ഷയോട് കൂടിയിട്ട്. പക്ഷേ ബുദ്ധിയുള്ളവരെ അതോ വിദ്വാനായവരെ ബുദ്ധിഭേദത്തിന് ന ജനയേത്. അവർ ഒരു കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അതിനെങ്ങനെയല്ല അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അവരതിനെ സ്വീകരിക്കാൻ പോകണില്ല. അവരെ പരിഭ്രമിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് കൺഫ്യൂഷൻ കൊടുക്കണ്ട. നിങ്ങൾ ഫലാകാംക്ഷയോടൊന്നും കൂടി ചെയ്യരുത്, നിങ്ങൾ ഫലങ്ങളെയൊക്കെ ത്യജിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് അവരുടെ അടുത്ത് അവരൊന്നും മനസ്സിലാക്കാൻ പോണില്ല. അപ്പം അവരുടെ ഉള്ളിലെ ബുദ്ധിഭേദത്തിന് അഥവാ പരിഭ്രമം അല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു പരിപാടിയും ചെയ്യണ്ട എന്നാണ് ഭഗവാൻ പറയണത്. അങ്ങനെ എന്നാ ജനിപ്പിക്കരുത്. വിദ്വാൻ യുക്ത സർവകർമാണി സമാചരൻ ജോഷയേത്. വിദ്വാനായ ഒരു വ്യക്തി, ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി ആ യുക്തനായിട്ട് സർവകർമാണി സമാചരൻ ജോഷയേത്, എല്ലാ കർമ്മങ്ങളെയും സമാചരിക്കുന്നവനായിട്ട് ചെയ്യിപ്പിക്കണം. എന്നാൽ ശരി, അവർക്ക് എന്താണ്, എങ്ങനത്തെ കർമ്മം ചെയ്യാനാണ് ഇഷ്ടം അവർ ചെയ്യട്ടെ. അതിനെല്ലാ സഹകരണങ്ങളാണ് കൊടുക്കേണ്ടത്, സഹായ സഹകരണങ്ങളാണ് കൊടുക്കേണ്ടത്. അവർ കർമ്മം ചെയ്തിട്ട് അവർ മനസ്സൊന്നും മടുക്കണം. അപ്പോഴേ പറഞ്ഞു. അല്ലാണ്ട് നമ്മൾ കേട്ടണ്ട ഒരു ദേശമുണ്ട്, ആ ദേശത്തിന് ആർക്കും ഇഷ്ടമല്ല, ആരും സ്വീകരിക്കില്ല അതിന്. അതൊരു ദേശമുണ്ട്, അങ്ങനെ ഉപദേശം. ഈ ഉപദേശം ആരൊക്കെ വേണ്ട, എല്ലാവരും അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാവും. ഞാൻ ഉപദേശിക്കാം. ആരെങ്കിലും ഒരു ഉപദേശം ഇങ്ങോട്ട് തന്നാൽ അത് സ്വീകരിക്കില്ല. അപ്പം ഇത്തരത്തിലുള്ള വിദ്വാൻമാരെന്നും അങ്ങനത്തെ അജ്ഞാനികളെ ഉപദേശിക്കാൻ പോണ്ട. അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവർ കർമ്മങ്ങൾ ചെയ്ത് അവർക്ക് മതിയാവട്ടെ, എന്നിട്ട് അവരത് തന്നെ നിർത്തിക്കോളും. അതുവരെ അവർക്ക് അങ്ങോട്ട് സഹായിക്കാനാണ് ഭഗവാൻ പറയുന്നത് കർമ്മങ്ങൾ ചെയ്യാൻ. വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വാൻമാർ കർമ്മം ചെയ്യുന്നതിൽ നിന്നും വിലക്കരുത്. ഭക്തിഭാവനയോടെ അല്ലെങ്കിൽ ആ ഭഗവത് സമർപ്പണ ബോധത്തോടുകൂടെ ക്രമേണയുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ട് അവരെ പ്രവർത്തിക്കാൻ സഹായിക്കണം. അവരെ അതിന് എല്ലാം പ്രേരിപ്പിക്കും വേണം. ചെയ്യൂ, നല്ലതാണ് ചെയ്യൂ. കാരണം അവർക്ക് ഒരു ദിവസം ചെയ്ത് ഈ ജന്മാവില്ല, ചിലപ്പോൾ അടുത്ത ജന്മം ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് അവരുടെ ബുദ്ധിയിൽ ആ ജ്ഞാനം ഉറയ്ക്കും. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ
അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതേ ഗുണൈ സർവശ കർമാണി ക്രിയമാണാനി. പ്രകൃതേ ഗുണൈ, പ്രകൃതിയുടെ ഗുണങ്ങൾ, 3 ഗുണങ്ങളുണ്ട് അല്ലേ? അപ്പൊ ഈ പ്രകൃതിയുടെ ഗുണങ്ങളാൽ സർവശ കർമാണി ക്രിയമാണാനി, സർവപ്രകാരേണയും കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നു. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു ഗുണം കാണും. ഒരു ഗുണമില്ലാണ്ട് ഒരു കർമ്മം ചെയ്യില്ല. സത്സംഗം ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ ഗുണം? സദ്ഗുണമാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു രജോ ഗുണം ഉണ്ടാവും, അല്ലെങ്കിൽ തമോ ഗുണം ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഗുണം കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ട കർമ്മങ്ങളാണ് മനുഷ്യർ ചെയ്യുള്ളൂ. അപ്പം അങ്ങനത്തെ ആ കർമ്മങ്ങളെ അഹങ്കാര വിമൂഢാത്മാ അഹം കർത്ത ഇതി മന്യതേ. അഹങ്കാര വിമൂഢനായിട്ടുള്ള, അല്ലെങ്കിൽ മിഥ്യ അഹങ്കാരം കൊണ്ട് മൂഢനായവരെ ഞാൻ ചെയ്യണു ഇത് ഞാനാണ് ചെയ്യണത് എന്ന് അവർ വിചാരിക്കും. ഇവിടെ അർജുനനും അതാ വിചാരിച്ചല്ലേ, യുദ്ധം ഞാൻ ചെയ്യണു, എനിക്ക് പാപം കിട്ടും, എനിക്കതാവും, എനിക്കിതാവും എന്നുള്ള ആകെ ഒരു അങ്കലാപ്പം. ഞാൻ എന്ന ഭാവമായിട്ടുള്ള ആ മിഥ്യാ അഹങ്കാരത്തിൻ്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് അവ നിർവഹിക്കുന്നത്. അപ്പം എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഇത് ഞാനല്ല ചെയ്യണത്, ഇതാ പ്രകൃതിയുടെ ഗുണം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്ന് വിചാരം വരുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലത്തിനോട് താല്പര്യം ഉണ്ടാവില്ല, ആസക്തി ഉണ്ടാവില്ല. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സഞ്ജതേ. ഹേ മഹാബാഹോ, അല്ലയോ മഹാബാഹു ആയിട്ടുള്ള അർജുന. മഹാബാഹു എന്ന് പറഞ്ഞാൽ ആരെയും വില്ലിൻ്റെ ശക്തി കൊണ്ട് നിലയ്ക്ക് നിർത്താനുള്ള കഴിവുണ്ടായിരുന്നു അർജുനന്. ഗുണകർമ്മ വിഭാഗയോ തത്വവിത്തു, ഗുണകർമ്മങ്ങളുടെ ആ ഗുണാനുസൃതമായിട്ടുള്ള കർമ്മവിഭാഗങ്ങളുടെ, ഗുണത്തിനനുസരിച്ചിട്ടുള്ള കർമ്മവിഭാഗങ്ങളുടെ തത്വവിത്തു, നിരപേക്ഷ തത്വം അറിയുന്നവൻ. തത്വവിത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ്? യഥാർത്ഥ തത്വം അറിയുന്നവൻ, തത്വജ്ഞാനിയായവൻ എന്നാണ് മനസ്സിലാക്കുക. അപ്പം യഥാർത്ഥ തത്വജ്ഞാനം അറിയുന്നവനാവട്ടെ അവൻ എന്ത് വിചാരിക്കും? ഗുണേഷു വർത്തന്ത ഇതി. അപ്പം ഗുണങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങൾ. ഗുണ എന്നിവിടെ പറഞ്ഞത് എന്തിനാണ്? ഓരോ ഇന്ദ്രിയത്തിന് അതിൻ്റെതായ ഗുണമുണ്ട് അല്ലേ? അപ്പം ആ ഗുണ എന്നിവിടെ പറഞ്ഞത് ഇന്ദ്രിയങ്ങൾ. ഗുണേഷു ആ ഇന്ദ്രിയ സുഖങ്ങൾ. അപ്പം ഗുണം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം തരത്തിലുണ്ടല്ലേ? ഒരു ശബ്ദത്തിന് തന്നെ എത്ര അർത്ഥങ്ങൾ അവിടെ കൊടുക്കുന്നത്. അപ്പം ആ ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെതായ ഗുണമുണ്ട്, അതിൻ്റെതായ വിഷയമുണ്ട്. അപ്പം ചിലപ്പോൾ കണ്ണ് നല്ലത് കാണാൻ ഇഷ്ടപ്പെടും, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ അത് കേൾക്കാൻ ഇഷ്ടപ്പെടും. അപ്പം എന്താ? നല്ല സത്വഗുണിയാണ് നമ്മുടെ കണ്ണ്, നല്ല സത്വഗുണി വിചാരം. അത് നേരത്തെ സിനിമ കാണണമെന്ന് പറഞ്ഞാലോ അപ്പം രജോ ഗുണിയായി. പിന്നെ അത് ഇഷ്ടമില്ലാത്ത വല്ലതും കാണുന്ന അപ്പം അതിന് തമോ ഗുണിയായി. അമാര് ചെവിയിലും തന്നെ, ചെവി ഭഗവാന്റെ നാമസങ്കീർത്തനം കേൾക്കുക, സത്സംഗം കേൾക്കുക, അപ്പം സത്വഗുണിയാണ് നമ്മുടെ ചെവി. അല്ല സിനിമ പാട്ട് കേൾക്കണം, അത് കേൾക്കണം പറയാൻ രജോ ഗുണിയായി. പിന്നെ ആ സഭ്യങ്ങൾ കേൾക്കാന്ന് പറഞ്ഞാൽ തമോ ഗുണിയായി. അപ്പം അങ്ങനെ ആ ഗുണേഷു ഇന്ദ്രിയ സുഖങ്ങളിലെ വർത്തന്തേതി വർത്തിക്കുന്നു എന്ന് മത്വാ ന സഞ്ജതേ. ഇത്തരം കാര്യങ്ങളെ ആ തത്വവിത്വമായുള്ള ആൾക്കാർക്ക് അറിയാം. ഇതെൻ്റെ എങ്ങനെ ഗുണങ്ങളാണ് ചെയ്യിക്കുന്നത്, എൻ്റെ ഗുണേഷു എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളെ എൻ്റെ ആ ഇന്ദ്രിയങ്ങൾ അതിനെ അനുഭവിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ന സഞ്ജതേ. അപ്പം ശക്തനാവണില്ല. വിദ്വാനായൊരു വ്യക്തിക്ക് അറിയാം ഇതൊന്നും ഞാൻ ആത്മസ്വരൂപമാണ്, ഞാനൊരു ആത്മാവാണ്, ഈ ആത്മാവിന് ഗുണങ്ങളില്ല, ഇത് പ്രകൃതിയുടെ ഗുണങ്ങളാണ്. അപ്പം ഈ ചെയ്യണ കർമ്മങ്ങൾ മുഴുവൻ ആര് ചെയ്യിക്കണു, ആര് പ്രേരിപ്പിക്കണു? ആ പ്രകൃതിയുടെ ഗുണങ്ങൾ പ്രേരിപ്പിക്കണു. അപ്പം അതിനനുസരിച്ച് ഞാൻ ഓരോ കർമ്മങ്ങൾ ചെയ്യണു. എന്നിട്ട് ആ ഇന്ദ്രിയ വിഷയങ്ങൾ, ആ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ അനുഭവം എടുക്കണു. ഇതൊന്നും ഞാനല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പം അതിൽ ആസക്തനും ആവില്ല. ആ കർമ്മങ്ങളിലോ കർമ്മഫലങ്ങളിലോ ആ വ്യക്തി ആവുകയില്ല. അപ്പം ഹേ മഹാബാഹുവായിട്ടുള്ള അർജുന, ഈ പരമസത്യം ഗ്രഹിച്ച ഒരാള് ഭക്തിഭരിതമായ പ്രവൃത്തിയും
ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന് നന്നായി മനസ്സിലാക്കാൻ അറിയാം. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ ആ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല. ഇതെല്ലാം ഈ പ്രകൃതിയുടെ ഗുണങ്ങളാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് നല്ല ബോധം ഉണ്ടാവും ആ വ്യക്തിക്ക്. പ്രകൃതേ ഗുണസമ്മൂഢാ സഞ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. പ്രകൃതി ഗുണസമ്മൂഢ, പ്രകൃതിയുടെ ഗുണങ്ങളാൽ വിഡ്ഢികളാക്കപ്പെട്ടാണ്. നമ്മളെല്ലാവരും വിഡ്ഢികൾ തന്നെയാണ്. ഈ ഇതിനെ മനസ്സിലാക്കണ എത്ര ആൾക്കാരുണ്ടാവും? നമ്മൾ ആരെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാം ഞാൻ ചെയ്യണു ഞാൻ ചെയ്യണു ഞാൻ ചെയ്യണു എന്ന് പറയുന്നല്ലാതെ ഇതെല്ലാം ഈ പ്രകൃതിയുടെ ഗുണങ്ങളാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം അങ്ങനത്തെ ആ പ്രകൃതിയുടെ ഗുണങ്ങളാൽ വിഡ്ഢികളാക്കപ്പെട്ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തത്വം അറിയാത്തവർ, ആ വിദ്വാൻ അല്ലാത്ത അജ്ഞാനികളായിട്ടുള്ളവര് ഗുണകർമ്മസു സഞ്ജന്തേ, ഭൗതിക പ്രവർത്തനങ്ങളിൽ അങ്ങനെ സഞ്ജന്തേ, അതിലങ്ങനെ മുഴുകിയും കൊണ്ട് അകൃഷ്ണവിധ, അകൃഷ്ണവിധം താൻ മന്ദാൻ. അകൃഷ്ണവിധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്ഞാനികളായിട്ടുള്ള താൻ മന്ദാൻ, ആത്മസാക്ഷാത്കാരം മനസ്സിലാക്കുന്നതിൽ അവർ മന്ദനാണ്. അവർക്ക് അലസതയാണ്. അവർക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി തേടാൻ അവർ മന്ദന്മാരാണ്, അവർ അലസന്മാരാണ്. അവരെ കൃഷ്ണവിന്ന വിചാലയേത്, അവരെ യഥാർത്ഥ ഒരു ജ്ഞാനസമ്പന്നനായിട്ടുള്ള വ്യക്തി എന്ന വിചാലയേത്, അവനെ ആ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട ആവശ്യമില്ല, വിചലിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രകൃതിയുടെ 3 ഗുണങ്ങളാൽ മോഹിതരായിട്ടുള്ള അജ്ഞാനികളെ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരായിട്ടാണ് കാണാൻ പറ്റുള്ളൂ. അവരെപ്പോഴും ഭൗതിക ഗുണങ്ങളിലും ഭൗതിക കർമ്മങ്ങളിലും ലിപ്തരാവും. അത്തരക്കാർ ഈ 3 ഗുണങ്ങളിൽ ലിപ്തരായവർ കർമ്മങ്ങളിലും ലിപ്തരാവും, അതിൻ്റെ ഫലങ്ങളിലും ലിപ്തരാവും, അതിൽ വ്യാപൃതരാവും. തന്മൂലം അവയിൽ ആസക്തരാവുകയും ചെയ്യുന്നു. അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ യഥാർത്ഥത്തിൽ ഒരു ആത്മജ്ഞാനിയായിട്ടുള്ള വിദ്വാനായിട്ടുള്ള വ്യക്തി അതൊന്ന് പിന്മാറ്റരുത്. അവർ ചെയ്യട്ടെ, അവർ ചെയ്തോട്ടെ. അതിനുള്ള നേരത്തെ ഭഗവാൻ പറഞ്ഞു അതിനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അതെ, ഇവിടെ അതന്നെ പറഞ്ഞ അവരെ അതിന് വ്യതിചലിപ്പിക്കരുത്. അപ്പം ദേഹമാണ് ആത്മാവ് എന്ന മിഥ്യാബോധം വെച്ച് പുലർത്തുന്നത് കാരണം മനുഷ്യൻ സ്ഥാനമാനങ്ങളാകുന്ന ഉപാധികളിൽ മുഴുകിയിരിക്കുന്നു. ഭൗതിക പ്രകൃതി തരുന്ന ഒരു ഉപഹാരമാണ് ഈ ശരീരം. ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇത് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? പരിണാമം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ക്ഷീരതേതി ശരീരം, ഇത് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ക്ഷീണിച്ചുകൊണ്ടിരിക്കും, നശിച്ചുകൊണ്ടിരിക്കും. അപ്പം കാരണം ഇത് ഈ ശരീരമാണ് എന്നുള്ള, ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം ആർക്കുണ്ടോ അവര് ശരീരബോധത്തോട് അത്യന്തം ആകൃഷ്ടനായ ഒരാൾ മന്ദനാണ്, വിഡ്ഢിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്, അലസനുമാണ്. അഥവാ ആത്മാവിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അവർക്ക് എന്താ വിചാരം? ഇതെല്ലാം ഞാൻ, എൻ്റെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൃത്തം എത്രയേ ഉള്ളൂ, സ്വയം ഞാൻ എന്നുള്ളത്. ഞാൻ പറയും എൻ്റെ വീട്, എൻ്റെ കുടുംബം, അല്ലെങ്കിൽ എൻ്റെ നാട്, അല്ലെങ്കിൽ എൻ്റെ ആ ജാതി, എൻ്റെ മതം, എൻ്റെ ബന്ധുക്കളെ, ഇതിലപ്പുറം ആ മനുഷ്യൻ ചിന്തിക്കുകയില്ല. അത്തരക്കാർക്ക് അവർക്ക് അതിൽ മാത്രമാണ് അവർ ഇങ്ങനെ മുഴുകിയിരിക്കുള്ളൂ. എൻ്റെ അത് എത്ര കാലം ഉണ്ടാവും? ഈ ശരീരം എത്ര കാലം ഉണ്ടോ അത്രത്തോളം കാലം ഈ ഇതെല്ലാം ഉണ്ടാവും അല്ലേ? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ആത്മാവിന് ജാതിയില്ല, മതവും ഇല്ല, പിന്നെ ബന്ധുക്കളും ഇല്ല, നാടുമില്ല അല്ലേ? അടുത്ത ജന്മം പോയിട്ട് അമേരിക്കയിലാണോ ആഫ്രിക്കയിലാണോ അതോ സൊമാലിയനാണോ എവിടെ പോയിട്ടാണ് ജനിക്കുക ദൈവത്തിനറിയാം. അപ്പം ആ അജ്ഞാനികളെല്ലാം എൻ്റെ എന്ന് വിചാരിച്ച് അവർ ആത്മജ്ഞാനം നേടാൻ മന്ദന്മാരാവും, അലസന്മാരാവും. മയി സർവാണി കർമാണി സംന്യസ്യാധ്യാത്മചേതസ നിരാശീർനിർമ്മമോ ഭൂത്വാ യുദ്ധസ്സ വിഗതജ്വര. സർവാണി കർമാണി മയി സന്യസ്യാധ്യാത്മചേതസ നിരാശി. ഇപ്പം എല്ലാ കർമ്മങ്ങളെയും മയി എന്നിൽ സംന്യസ്യ സമർപ്പിച്ചിട്ട് അധ്യാത്മചേതസ നിരാശി അധ്യാത്മബോധത്തോടു കൂടി, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധത്തോടു കൂടി നിരാശി നിഷ്കാമനായിട്ട് നിർമ്മമ ഭൂത്വ
മമത്വം ഇല്ലാത്തവനായിട്ട്, ഒന്നിനോടും ആസക്തി ഇല്ലാണ്ട്, എൻ്റെ എന്നുള്ള ബോധം ഇല്ലാണ്ട്, ഭാവം ഇല്ലാണ്ട് ഭൂത്വ ഭവിച്ചിട്ട് വിഗതജ്വര യുദ്ധസ്സ, വിഗതജ്വരനായിട്ട്. ജ്വരം ഇവിടെ ഇപ്പം എന്താണ്? എൻ്റെ ജനങ്ങളെ എന്നുള്ള ഒരു ജ്വരമാണ്, അല്ലെങ്കിൽ ഒരു സന്താപമാണ് ഇവിടെ അർജുനൻ. ജ്വരം ഒരുപാട് മൂക്കുമ്പോഴല്ലേ തല കറങ്ങുക, അല്ലെങ്കിൽ ശരീരം ക്ഷീണിക്കുക, കൈയും കാലും വിറയ്ക്കുക, ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണം? ജ്വരത്തിൻ്റെ അല്ലേ, പനിയുടെ ജ്വരം. അതിയായിട്ട് പനി വന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും. മോഹാലസ്യപ്പെട്ടിട്ട് അവിടെ വീഴും അല്ലേ. അർജുനൻ ഏതാണ്ട് മോഹാലസ്യപ്പെട്ട മാതിരി തന്നെ ആയിരുന്നല്ലോ. അപ്പൊ വിഗതജ്വര, നിന്റെ ഈ പനിയൊക്കെ ജ്വരത്തിനെയൊക്കെ നീ ത്യജിക്കണം, എന്നിട്ട് യുദ്ധസ്വ, നീ യുദ്ധം ചെയ്യണം എന്നാ ഭഗവാൻ പറയണേ. അതുകൊണ്ട് അല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെയെല്ലാം എനിക്കായി സമർപ്പിച്ചും കൊണ്ട്, കാരണം എന്നിലാണ് സമർപ്പിച്ചോ എല്ലാം, നിന്റെ പുണ്യം പാപം നിന്റെ കർമ്മം എല്ലാം, കർമ്മഫലം എല്ലാം എന്നിൽ സമർപ്പിച്ചോ, ഞാൻ എല്ലാം സ്വീകരിച്ചോളാം. എന്നിട്ട് അതെല്ലാം എന്നിൽ സമർപ്പിച്ചും കൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തോടെ, ഞാൻ ആരാണ് എന്നുള്ള ആ ബോധത്തോടുകൂടെ, ഭഗവാനാണ് എന്നുള്ള ബോധത്തോടുകൂടെ, എൻ്റെ ഗുരുവാണ്, ഗുരു എന്ത് ഒരു ആജ്ഞ കൊടുത്ത ശിഷ്യൻ അത് ചെയ്തുകൊണ്ട് ഒരു ദോഷവും ഇല്ല. അപ്പം അങ്ങനത്തെ ആ പൂർണ്ണജ്ഞാനത്തോടെ ലാഭ ഇച്ഛയോ, നഷ്ടം വരുന്നുള്ള ആ പേടിയോ ഭീതിയോ കൂടാതെ, ഉടമസ്ഥ അവകാശ ബോധമില്ലാണ്ട്, ഇതിൻ്റെ ഉടമസ്ഥനൊക്കെ ഞാനാണ്, അപ്പം ഞാൻ യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ഞാൻ തന്നെയാവും അതിൻ്റെ ഫലത്തിൻ്റെ അല്ലേ. അപ്പം അങ്ങനത്തെ വിചാരമൊന്നും ഇല്ലാണ്ട് എല്ലാം എന്നിൽ സമർപ്പിച്ചിട്ട് നീ അലസത വിട്ടിട്ട് യുദ്ധം ചെയ്യ് എന്നാണ് ഭഗവാൻ അർജുനോട് പറയണത്. ഭഗവത്ഗീതയുടെ ഉദ്ദേശം തന്നെ ഇതാണ് അല്ലേ. ഇവിടെ ഭഗവാൻ എന്താണ്? കർമ്മ നിരതനാക്കാണ് അർജുനനെ, അല്ലാണ്ട് നിഷ്കർമ്മനാക്കാനല്ല. എല്ലാവരും കർമ്മം ചെയ്യണം, പക്ഷെ അതിൽ ആസക്തി വേണ്ട എന്നുള്ള ഒറ്റ ഉപദേശമാണ് നമുക്ക് ഭഗവത്ഗീതയിൽ എവിടെയും കാണാറുണ്ട്. അല്ലാണ്ട് ആരും കർമ്മം ചെയ്യാണ്ടൊക്കെ സന്യാസിയാവും എന്നല്ല എവിടെയും ഭഗവാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ജീവാത്മാവിൻ്റെ മൂലസ്വരൂപമാണ് ഈ ആത്മാവിൻ്റെ ആശ്രിതത്വം അല്ലേ. ഒരു ജീവാത്മാവിൻ്റെ മൂലസ്വരൂപമാണ് പരമാത്മാവിൻ്റെ ആശ്രയം. ഒരു ജീവാത്മാവ് അതിൻ്റെ ഒരു അംശമാണ്. അപ്പോൾ ജീവാത്മാവിൻ്റെ മൂലസ്വരൂപമാണ് ഈ പരമാത്മാവിനെ ആശ്രയിക്കല്. അപ്പം ഭഗവാന്റെ ആജ്ഞകൾക്ക് വഴങ്ങുക. ഭഗവാനെ ഇവിടെ ഗുരുവായിട്ടാണ് അർജുനൻ കാണുന്നത്. അപ്പം ആ ഗുരു എന്ത് ഒരു ഉപദേശമാണോ അല്ലെങ്കിൽ ആജ്ഞയാണോ തന്നത് അതിനെ അനുസരിക്കുക എന്നത് മാത്രമാണ് തൻ്റെ മൂല സ്വരൂപം, എൻ്റെ കർത്തവ്യം എന്നിരിക്കെ ആ അർജുനനാകുന്ന ജീവാത്മാവിന് പരമപുരുഷനുമായിട്ടുള്ള സഹകരണം വിട്ടിട്ട് സ്വതന്ത്രനായിട്ട് ഒരു കാര്യം ചെയ്യാൻ അർജുനനും സാധിക്കില്ല, സാധാരണക്കാരായവർക്കും സാധിക്കില്ല. അപ്പം അത് കാരണം ആ പരമാത്മാവിനെ ആശ്രയിക്കുകയാണ് ഓരോ ജീവാത്മാവിനും നന്നായി നല്ല വഴിക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ പരമപദത്തിൽ എത്തണമെങ്കിൽ അത് അനുസരിക്കാൻ മാത്രമേ വഴിയുള്ളൂ എന്നാണ്. അപ്പം ഭഗവാന്റെ പ്രീതിക്കായിട്ട് ഒരാളെല്ലാം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കർമ്മഫലങ്ങൾ ത്യജിക്കുക, കർമ്മം ത്യജിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. ഏമേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവ ശ്രദ്ധാവന്തോ നസൂയന്തോ മുച്യന്തേ ദേബി കർമ്മഭി. അപ്പൊ ഭഗവാൻ പറയാണ്, ഏ മാനവ മേ ഇതം മതം ശ്രദ്ധാവന്ത അനസൂയന്ത നിത്യം അനുതിഷ്ഠതി. ഏത് മനുഷ്യനാണോ എൻ്റെ ഈ അഭിപ്രായത്തിന്, ഈ നിർദ്ദേശത്തിന് ശ്രദ്ധാവന്ത, ശ്രദ്ധയോട് കൂടിയിട്ട് അല്ലെങ്കിൽ വിശ്വാസ ഭക്തികളോട് കൂടിയിട്ട്, അനസൂയന്ത, അസൂയ കൂടാതെ, നിത്യം അനുതിഷ്ഠതി, ദിവസേന എന്നും ഓരോ നിമിഷം ദിവസേന എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷം പോലും എൻ്റെ ഓരോ നിമിഷം ഭഗവാന്റെയാണ് എന്നുള്ള ഭാവത്തിൽ ആ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നുവോ, തേ അഭി കർമ്മഭി മുച്യന്തേ, അവനും ആ വ്യക്തിയും കൂടി, ആ ജീവാത്മാവും കാമ്യകർമ്മങ്ങളുടെ ബന്ധങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങളിൽ നിന്ന് മുച്യന്തേ മോചിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഭഗവാൻ പറയാണ്, എൻ്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുക, പിന്നെ ഭഗവാനിൽ വിശ്വസിച്ച് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. കർമ്മഫലങ്ങൾ ഭഗവാനെ അസൂയ കൂടാതെ വിശ്വാസപൂർവം അനുസരിക്കുക, ഈ ഉപദേശങ്ങളെല്ലാം അനുസരിക്കുക. അങ്ങനെ ചെയ്യുന്നവൻ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു എന്നാണ് ഭഗവാൻ ഉറപ്പ് കൊടുക്കുന്നത്. അപ്പം ആത്മബോധത്തിൻ്റെ കുറവ് ഈ തുടക്കത്തിലുണ്ടെങ്കിലും ആ ഭഗവാനെ ഗുരുവായിട്ട് കണ്ടിട്ട് അതിനെ അനുസരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? പതുക്കെ ആ പരമപദത്തിൽ എത്താനുള്ള വഴിയിലാണ് ആ ജീവാത്മാവിൻ്റെ യാത്ര. ഓം നമോ ഭഗവതേ വാസുദേവായ.